ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടി സി മെഷീൻ്റെ ടോപ്പിക്സാണ്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളും അതിൻ്റെ കൺസ്ട്രക്ഷനും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി പോകാനുള്ളത് അതിൻ്റെ കുറച്ച് എക്സ്റ്റൻഡ് ടോപ്പിക്കുകളിലേക്കാണ്. നമുക്ക് ടോർക്ക് പഠിക്കാനുണ്ട്, പിന്നെ അതിൻ്റെ ലോസ്, അതിൽ എഫിഷ്യൻസി എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ നമുക്കതിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആക്സിസിൽ നിന്നുള്ള ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, സപ്പോസ് നിങ്ങളൊരിതൊരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നിങ്ങളൊരു പുള്ളിയായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ പുള്ളിയും ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആറാണെങ്കിൽ, അതായത് ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് എഫ് ആണെങ്കിൽ, ഈ പുള്ളിയെ ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ടേക്കല്ലേ തിരിയുക, അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു, റൊട്ടേഷൻസ് പെർ സെക്കൻഡിൽ തിരിഞ്ഞു അല്ലേ. ഇതിനെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മളുടെ ഫോഴ്സിൻ്റെ റേഡിയസിൻ്റെയും പ്രൊഡക്റ്റിനാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് വരുന്നത് ന്യൂട്ടൺ മീറ്റർ എന്ന് വരുന്നത്. കാരണം ഫോഴ്സ് ന്യൂട്ടണും റേഡിയസ് മീറ്ററുമാണ്, ശരിയല്ലേ. അപ്പോൾ നമുക്കറിയാം അതാണ് ടോർക്ക്. അപ്പം ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് റേഡിയേറ്റ് അറ്റ് വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇൻ വൺ റവല്യൂഷൻ. ഒരു റവല്യൂഷനിൽ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു ഡി. ഒരു റവല്യൂഷനായതുകൊണ്ട് 2πr. ഓക്കെ, എന്താണ് പവർ ഡെവലപ്ഡ്? എന്താണ് പവർ? യു ക്യാൻ റൈറ്റ് യുവർ പവർ ആസ് ദിസ് വർക്ക് ഇൻറ്റു യുവർ സ്പീഡ് അല്ലേ. കാരണം നമ്മൾ എഴുതാറുണ്ട് വർക്ക് ഡൺ ഈക്വൽ ടു പവർ ബൈ ടൈം അല്ല, സോറി, പവർ ഡെവലപ്ഡ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ പവർ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 2πr ഇൻറ്റു എൻ അല്ലേ. അതിൻ്റെ അകത്ത് ആർ ഉണ്ടാവും. അപ്പോൾ എൻ ഫോഴ്സ് ഇൻറ്റു ആർ എടുക്കുക ഇൻറ്റു 2πn. ഫോഴ്സ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ടോർക്ക്, 2πn എന്ന് പറഞ്ഞാൽ ഒമേഗ ഇൻ റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പവർ ഈക്വൽ ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി എന്ന് കിട്ടുന്നത്. ഇത് റേഡിയൻ പെർ സെക്കൻഡിലാണ്. RPM മാറ്റണമെങ്കിൽ 2πn/60 കൊണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2πn/60 ഇൻറ്റു ടോർക്ക്. അപ്പോൾ നിങ്ങൾക്ക് പവർ ഡെവലപ്മെൻറ്റ് ഇക്വേഷൻ ഏതാ? 2π/60 ഇൻറ്റു n ഇൻറ്റു ടി. ഈ 2π/60ൻ്റെ വാല്യൂ ആണ് 9.55, സോറി 1/9.55. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ടോർക്ക്, നമ്മൾ ടോർക്കാണല്ലോ കാണണ്ടേ, പവറല്ല. അപ്പോൾ ടോർക്ക് നമുക്ക് തിരിച്ചെഴുതാം 60/2π ഇൻറ്റു P/N അല്ലേ. അപ്പോൾ
നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ടോർക്കിൻ്റെ ഇക്വേഷൻ 60/2π എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 9.55. സോ 9.55 ഇൻറ്റു P/N. ഇതാണ് നിങ്ങളുടെ ടോർക്കിൻ്റെ ഇക്വേഷൻ. ഓക്കെ, 9.55 ഇൻറ്റു P/N. ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇതാണ് ടോർക്കിൻ്റെ ബേസിക് ഇക്വേഷൻ. ടോർക്കിന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന ഇക്വേഷനാണ് 9.55 ഇൻറ്റു P/N. ഈ പവർ എന്ന് പറയുന്ന സാധനം നമ്മുടെ എന്ത് പവറാണ്? അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ഡെവലപ്ഡ്. ഓക്കെ, അപ്പോൾ ഈ പവറാണ്, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ പവറാണ് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, മെക്കാനിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ ഇലക്ട്രിക്കൽ പവർ മെക്കാനിക്കലിലേക്ക് കൺവേർട്ട് ചെയ്ത പവറിനെ നമുക്ക് വിളിക്കാം, യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ഇലക്ട്രിക്കൽ പവർ വിച്ച് ഈസ് കൺവേർട്ടഡ് ടു മെക്കാനിക്കൽ പവർ. അപ്പോൾ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആണ് EB ഇൻറ്റു IA. അതാണല്ലോ നമ്മൾ കൺവേർട്ടായിട്ട് എൻ്റെ റിസൾട്ടിൽ കിട്ടുന്നത്. ബാക്ക് EMF ഇൻറ്റു ആർമേച്ചർ കറണ്ട് EB ഇൻറ്റു IA. ശരിയല്ലേ? നമ്മൾ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. T ഇൻറ്റു 2πN ഈക്വൽ ടു ഇൻറ്റു EB ഇൻറ്റു IA. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 60 പെർ സെക്കൻഡ് കൺസിഡർ ചെയ്യുന്നില്ല, പെർ മിനിറ്റ് ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ബൈ 60 എഴുതാത്തത് കേട്ടോ. ഇവിടെ പെർ മിനിറ്റ് ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ബൈ 60 എടുക്കാത്തത്. T ഇൻറ്റു 2πN ഇൻറ്റു ഈക്വൽ ടു EB ഇൻറ്റു A. EB നമുക്കറിയാം എന്താണ്, 5Zn/60 ഇൻറ്റു എന്ത് തന്നെയാണ്, P/A ആണ്. ശരിയല്ലേ? അപ്പോൾ ഇക്വേഷൻ ഒരു ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൽ ഉണ്ടാകുന്ന ടോർക്കില്ല, അതുകൊണ്ട് T എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ആർമേച്ചർ ടോർക്ക് ഇൻറ്റു 2πN ഈക്വൽ ടു EB ഇൻറ്റു IA. അപ്പം EBക്ക് പകരം നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? TA ഇൻറ്റു 2πN ഈക്വൽ ടു 5Zn/60 ഇൻറ്റു P/A ഇൻറ്റു IA. ശരിയല്ലേ? അപ്പോൾ 2πയും അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് കട്ടായി പോവാം? നമുക്ക് ഇതൊന്ന് മാറ്റി എഴുതാം. എന്നും കട്ടായി പോകും അല്ലേ? 1/2π താഴെ എഴുതി. ബാക്കി എന്തൊക്കെയായിരുന്നു? 5Z പിന്നെ എന്ത് വരുന്നു? ബൈ 60 നമ്മൾ എടുക്കുന്നില്ലല്ലോ അല്ലേ? നമ്മൾ പെർ മിനിറ്റിലാണെന്ന് പറഞ്ഞല്ലോ. ബൈ 60 എടുക്കണ്ട കേട്ടോ. 60 വന്നു പോയതാണ്, പെർ മിനിറ്റിലാണ് എടുക്കുന്നത്, കൊണ്ട് ബൈ 60 എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ 5Z ഇവിടുത്തെ IA ഉണ്ടാവും, IA വരും ഇൻറ്റു P/A. ശരിയല്ലേ? അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെ മാറ്റി എഴുതാം നോക്കാം. 1/2πൻ്റെ വാല്യൂ ഉണ്ട്, അതാണ് 0.159. ഓക്കെ, 0.159 5Z IA ഇൻറ്റു P/A. ഇതാണ് നമ്മുടെ ടോർക്കിൻ്റെ ഒരു ഇക്വേഷൻ. ആർമേച്ചർ ടോർക്കിൻ്റെ ഒരു ഇക്വേഷനാണ് ഇത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. 0.159 5Z IA ഇൻറ്റു P/A. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഇൻഫറൻസിലെത്താം. എന്താണ്? ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു 5 ഇൻറ്റു IA. ഇൻഫറൻസ് നമുക്ക് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചാലും മതി കേട്ടോ. ടോർക്ക് ഈസ് ആർമേച്ചർ ടോർക്ക് ഈക്വൽ ടു 0.159 5Z IA ഇൻറ്റു P/A. ഇവിടുത്തെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. ടോർക്കല്ലേ? അപ്പോൾ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇവിടുത്തെ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. 9.55 ഇൻറ്റു P/A. ഇത് പല സ്ഥലത്ത് യൂസ്ഫുൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു ഇതിന് തന്നെ പല കണ്ടീഷനുണ്ട്. ഇഫ് കൺസിഡറിങ് എ സീരീസ് മോട്ടർ, ഒരു സീരീസ് മോട്ടർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 5 പ്രപ്പോർഷണൽ ടു IA ആണ്. ഓക്കെ, അത് സാച്ചുറേഷന് മുന്നേ ആണ്. ഈ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കും ഈ ഷണ്ടിൻ്റെ സീരീസ്, അപ്പോൾ ഒന്നും കൂടി അത് വ്യക്തമാവും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക.
ഫൈ പ്രൊപ്പോർഷണൽ ടു ഐ എ ആണ്. അപ്പോൾ ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ഫൈക്ക് ഒരു ഐ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഐ എ സ്ക്വയർ. ഓക്കെ, വ്യക്തമായിട്ട് എഴുതണം. ഇത് ബിഫോർ സാച്ചുറേഷൻ ആണ് കേട്ടോ. സാച്ചുറേഷൻ വരുമ്പോൾ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ഇനി ഇത് ചോദിക്കാറുണ്ട്, ടോർക്ക് പ്രൊപ്പോർഷണൽ ഐ എ സ്ക്വയർ. ഇനി ഷണ്ട് മോട്ടർ വരുമ്പോൾ ഫ്ലക്സ് എന്താണ്? ഫ്ലക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ടി പ്രൊപ്പോർഷണൽ ടു ഐ എ. കാരണം ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറിൽ എന്ത് കോൺസ്റ്റൻ്റ് ആണ്? ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടി എ പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഐ എ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻസ്. ക്ലിയർ? നമ്മൾ നേരത്തെ എഴുതിയൊരു ഇക്വേഷൻ ഇല്ലേ, അതായത് നമ്മളെ ഈ ഇക്വേഷൻ നമ്മളൊന്നുകൂടെ എഴുതാം. അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. മാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അത് എഴുതാം. നമ്മൾ എഴുതിയിട്ടുണ്ട് 60/2π × P/n എന്ന്. ശരിയാണല്ലോ? ഈ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെക്കാനിക്കൽ ഔട്ട്പുട്ട് അല്ലേ. മെക്കാനിക്കൽ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? EB × IA അല്ലേ. ശരിയല്ലേ? അപ്പോൾ EB × IA എന്നും കൂടി നമുക്കിതിനെ എഴുതാം. അപ്പോൾ 9.5 EB × IA/n എന്നുള്ള ലെവലിലും നമുക്ക് ഈ ഫോർമുലയെ മാറ്റാം. ഓക്കെ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ഇക്വേഷനിലെ ഈ പവറിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? EB × IA. ക്ലിയർ? അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇതാണ് നമുക്ക് ടോർക്കും മോട്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല പരീക്ഷയ്ക്കും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. സീരീസ് മോട്ടറും ഷണ്ട് മോട്ടറും എന്നുള്ള പ്രത്യേകത ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ബിഫോർ സാച്ചുറേഷൻ ആണെങ്കിലാണ് ഇങ്ങനെ. ആഫ്റ്റർ സാച്ചുറേഷനിൽ എന്താ, അല്ലെങ്കിൽ സാച്ചുറേഷനിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഐ എ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഏതാണെന്ന് ചോദിക്കാം. ജനറലി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സീരീസ് മോട്ടറിൻ്റെ ഇക്വേഷൻ. ഇല്ലെങ്കിൽ നമ്മൾ അത് എപ്പോഴാണ് നോക്കുന്നത്? സാച്ചുറേഷന് മുന്നേ. സാച്ചുറേഷൻ ആണെങ്കിൽ പ്രൊപ്പോർഷണൽ ടു ഐ എ ആണ് കേട്ടോ. ഇനി അടുത്തത് ഷാഫ്റ്റ് ടോർക്ക്. ഓക്കെ, ഷാഫ്റ്റ് ടോർക്ക് TSS, ഷാഫ്റ്റിനുണ്ടാകുന്ന ടോർക്ക്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് ആർമേച്ചർ ടോർക്കാണ്. ഓക്കെ, ഈ ടോർക്കൊക്കെ എന്ത് ടോർക്കാണ്? ആർമേച്ചർ ടോർക്ക്. ആർമേച്ചറിൽ ഉണ്ടാകുന്ന ടോർക്കാണ്, അതായത് റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ടോർക്ക്. ഓക്കെ, അപ്പം ഈ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലോസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ആ ലോസുകളും കൂടി നമ്മളത് ആക്ച്വലി കൺസിഡർ ചെയ്യണം. ഓക്കെ, അതെന്താ, ഏത് ലോസാന്ന് പറയാം. അപ്പോൾ ഇപ്പം ജസ്റ്റ് എഴുതുക. ഇപ്പോൾ ഷാഫ്റ്റ് ടോർക്ക് എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് ദ ടോർക്ക് അവൈലബിൾ ഫോർ ഡൂയിങ് യൂസ്ഫുൾ വർക്ക് ചെയ്യാനെടുക്കുന്ന ടോർക്കാണ് ഷാഫ്റ്റ് ടോർക്ക്. കാരണം ഈ ടോർക്ക് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഷാഫ്റ്റിലാണ് അവൈലബിൾ. അതുകൊണ്ടാണ് അതിന് ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ മോട്ടറിൻ്റെ ഔട്ട്പുട്ട്, നമ്മുടെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഷാഫ്റ്റ് ടോർക്ക് × 2πn. ക്ലിയർ? അപ്പോൾ നമുക്ക് ഷാഫ്റ്റ് ടോർക്കിനൊന്ന് മാറ്റി എഴുതാം. ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ 2πn. ഓക്കെ, ഈ എഴുതിയിരിക്കുന്നത് ന്യൂട്ടൺ മീറ്റർ ആണ്. അതിൽ n RPSലാണ്. മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 2πn/60 ആണ്. ഓക്കെ, യു വിൽ ബി ഗെറ്റിംഗ് അഗൈൻ 60/2π × ഔട്ട്പുട്ട്/n. നേരത്തെ അതേ ഇക്വേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. ഷാഫ്റ്റ് ടോർക്ക് ഈസ് ഈക്വൽ ടു 60/2π അല്ലെങ്കിൽ 9.55 × ഔട്ട്പുട്ട്/n. ഓക്കെ, ഇതിൽ നിങ്ങൾ വേറെ ഒന്നും പഠിക്കാനില്ല. ഈ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ബേസിക് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. T = 9.55 × P/n. അത് മെക്കാനിക്കൽ പവർ ആയിട്ട് എഴുതുമ്പോൾ EB/n വരും. ഷാഫ്റ്റായിട്ട് എഴുതുമ്പോൾ അത് ഔട്ട്പുട്ട്/n ആയിരിക്കും.
ഓക്കെ. അപ്പോൾ ഈ രണ്ട് ടോർക്കിൽ ഈ ഷാഫ്റ്റ് ടോർക്കിനും നമ്മൾ ആർമേച്ചർ ടോർക്കിനും ഷാഫ്റ്റ് ടോർക്കിനും ഡിഫറൻസ്, ഇതിനാണ് നമ്മൾ ലോസ്റ്റ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ലോസ്റ്റ് ടോർക്ക്. ഈ ലോസ്റ്റ് ടോർക്ക് ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് ഓഫ് ദ മോട്ടർ. മോട്ടറിൽ ഉണ്ടാകുന്ന അയണും ഫ്രിക്ഷൻ ലോസസും കാരണമാണ് ഈ ലോസ്റ്റ് ടോർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷനും കൂടി അതിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ടോർക്കിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. ഈ സാധനങ്ങൾ ഓർത്ത് വയ്ക്കുക, ആ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ പവർ ഡെവലപ്മെൻറ്റ് ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, അതായത് ടോർക്ക് ഇൻറ്റു ഒമേഗ. ഓക്കെ, ടി ഇൻറ്റു ഒമേഗയാണ് നമ്മുടെ പവർ ഡെവലപ്മെൻറ്റ് ഇക്വേഷൻ. അതിൻ്റെ അകത്താണ് നമ്മുടെ ടോർക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി, വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈ ടോർക്ക് ഇക്വേഷനിൽ നമ്മൾ വേറെ തരത്തിൽ ഇതിനെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ടോർക്ക് ഇക്വേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഡെവലപ്ഡ് പവർ തന്നെയാണ്. ഓക്കെ, ഡെവലപ്ഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അതായത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പവർ വിച്ച് ഈസ് ട്രാൻസ്ഫർ ഫ്രം ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ, അങ്ങനെ മാറുന്ന പവർ. ഓക്കെ, അതിനാണ് നമ്മൾ EB/IA നമ്മളാ മെഷീനുകളുടെ ടൈപ്പുകൾ പഠിക്കുമ്പോഴും നമ്മൾ എഴുതിയിരുന്നു അല്ലേ. ഈ പവർ ആണ് ആക്ച്വലി എന്ത്? ഡെവലപ്ഡ് ടോർക്ക് ഇൻറ്റു ഒമേഗ. ശരിയല്ലേ, ടി ഇൻറ്റു ഒമേഗ. ഈ ഡെവലപ്ഡ് ടോർക്കാണ് നമ്മൾ E/IA/ഒമേഗ എന്ന് എഴുതുന്നത്. ക്ലിയർ? ഈ ആയിരുന്നു നമ്മുടെ PZ/2πA ഇൻറ്റു 5 × ഒമേഗ നമ്മൾ എഴുതിയത്, ഇൻറ്റു IA/ഒമേഗ. ഒമേഗ കട്ടായി പോവും, ബാക്കി PZ/2π ഇൻറ്റു 5 × IA. PZ/2π ആണ് നമ്മുടെ KM. അങ്ങനെയാണ് നമുക്ക് KM × 5A എന്ന് കിട്ടിയത്. സോ ദിസ് ടോർക്ക് ഈസ് ഓൾസോ, ഡെവലപ്ഡ് ടോർക്ക് ഈസ് ഓൾസോ ഈക്വൽ ടു KM × 5 × IA. ഇതും കൂടി ഓർത്ത് വയ്ക്കുന്നതിൻ്റെ കൂടെ. അങ്ങനെയാണ് നമ്മൾ ഡെവലപ്ഡ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 × A എന്ന് എഴുതുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഈ ക്വസ്റ്റിനെ നമുക്ക് അപ്രൈസ് ചെയ്യാം. ഡെവലപ്ഡ് പവർ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കാം. ഇങ്ങനെ KM നല്ല കോൺസ്റ്റൻറ്റ് വരുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടോർക്കിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഈസ് ലോസസ് ഇൻ എ DC മെഷീൻ. ഓക്കെ, ലോസസ് ഇൻ എ DC മെഷീൻ. ലോസസ് ഇൻ എ DC മെഷീൻ. ഓക്കെ, ലോസസ് ഇൻ എ DC മെഷീനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കോൺസ്റ്റൻ്റ് ലോസ്, പിന്നെ ഒന്ന് വേരിയബിൾ ലോസ്. നമ്മുടെ ട്രാൻസ്ഫോമറിലൊക്കെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ, അത് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിൽ. കോൺസ്റ്റൻ്റ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ റൊട്ടേഷണൽ ലോസുകളും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ വേരിയബിൾ ലോസിൽ കോപ്പർ ലോസ്. ഈ കോൺസ്റ്റൻ്റ് ലോസിനെ നമ്മൾ മാറ്റി പിന്നെ എഴുതുന്നത് റൊട്ടേഷൻ വരുന്നതുകൊണ്ട് മെക്കാനിക്കൽ ലോസുകളും കൂടി ഇതിൽ വരും. ഓക്കെ, പണ്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ട്രാൻസ്ഫോമറാണ്, റൊട്ടേറ്റ് ചെയ്യാനുള്ള പാർട്ടൊന്നും ഇല്ലായിരുന്നു, അവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ മെക്കാനിക്കൽ ലോസുകൾ കൺസിഡർ ചെയ്യണം. മെക്കാനിക്കൽ ലോസും വരും, കോർ ലോസും വരും. ഈ കോർ ലോസിനെ നമ്മൾ പിന്നെയും മാറ്റി എഴുതാറുണ്ട്. എന്തൊക്കെയാണ്? ഹിസ്റ്ററിസിസ് ലോസും അതുപോലെ തന്നെ എഡ്ഡി കറണ്ട് ലോസും. ശരിയല്ലേ? മെക്കാനിക്കൽ ലോസിനെ നമ്മൾ മാറ്റി ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന് ഫ്രിക്ഷൻ ലോസും പിന്നെ ഒന്ന് വിൻറ്റേജ് ലോസും. ക്ലിയർ? ഈ ഫ്രിക്ഷനിൽ വരുന്ന ആളുകൾ ഏതൊക്കെയാണ്? ഫ്രിക്ഷനിൽ നമ്മളെ ബ്രഷിൻ്റെ ഫ്രിക്ഷനും വരും, അതുപോലെ ബിയറിങ്ങിൻ്റെ ഫ്രിക്ഷനും വരും.
ഇതാണ് ജനറലി ഒരു കോൺസ്റ്റന്റ് ലോസിന് ക്ലാസിഫിക്കേഷൻ. ഇനി വേരിയബിൾ ലോസിന് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? വേരിയബിൾ ലോസിന് ക്ലാസിഫിക്കേഷൻ ഒന്ന് ആർമേച്ചർ കോപ്പർ ലോസ്, അതുപോലെ ഷണ്ട് ഫീൽഡിൻ്റെ കോപ്പർ ലോസ്, അതുപോലെ ബ്രഷ് ഡ്രോപ്പും വരും അല്ലേ, ബ്രഷ് ഡ്രോപ്പ്. പിന്നെ ഒന്ന് സ്ട്രേ ലോഡ് ലോസ്, സ്ട്രേ ലോഡ് ലോസസ്. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീക്വൻസീൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാത്തത്? കാരണം നമ്മൾ EMF ആണ് നമ്മളിവിടെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫ്രീക്വൻസി ഒക്കെ എവിടെ കയറി വരുന്നത്? ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ, ഫ്രീക്വൻസി ഒക്കെ നമ്മുടെ AC മെഷീനിലും മറ്റുള്ള കാര്യങ്ങൾ വരിക. നമ്മൾ ആ ഫ്രീക്വൻസിക്ക് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? സ്പീഡാണ്. സ്പീഡിൻ്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതലും പറയുന്നത്. അപ്പോൾ മൊത്തം ഈ സ്പീഡിൻ്റെ അനാലിസിസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഹിസ്റ്ററീസിലൊക്കെ പ്രൊപ്പോർഷണൽ ടു പറയാം. നമ്മളങ്ങനെ സ്പീഡിനെ അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നമ്മൾ ഫ്രീക്വൻസിനെ കുറച്ച് അങ്ങനെ ഡെഫിനേഷൻ ചെയ്യണമെന്നില്ല. സ്പീഡാണ് നമ്മുടെ മെയിൻ കാര്യം. ഓക്കെ, പിന്നെ എന്താണ് ഈ വിൻറ്റേജ് ലോസ്? വിൻറ്റേജ് ലോസ് എന്ന് വെച്ചാൽ ഷാഫ്റ്റിൻ്റെ പുറത്ത് കുറച്ച് എയർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് കുറച്ച് ഡ്രാഗ് ക്രിയേറ്റ് ചെയ്യും. അതിനാണ് വിൻറ്റേജ് ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ സ്ട്രേ ലോഡ് ലോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ റേറ്റഡ് കപ്പാസിറ്റിൻ്റെ 1%. നമ്മൾ AC മെഷീൻ ആകുമ്പോൾ അതൊരു 0.5 ആയിട്ട് കുറയും. ഓക്കെ, സ്ട്രേ ലോഡ് ലോസ് കൂടുതൽ DC മെഷീനിലാണുള്ളത് കമ്പയർഡ് ടു AC മെഷീൻസ്. ഓക്കെ, അതാണ് ഈ ലോസുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചില്ലെന്നാല് കൂടുതലായിട്ടൊന്നും അതിൽ വലിയൊരു ഡിസ്കഷൻ്റെ സാധ്യതകളൊന്നും ഇല്ല ആക്ച്വലി. ഓക്കെ, നമുക്കത്ര നമ്മൾ ഓൾറെഡി നമ്മളെ ലോസുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. പ്രത്യേകിച്ചിട്ട് അതിൽ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഈ ലോസുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോപ്പർ ലോസുകളൊക്കെ കുറേ ഉണ്ട് അല്ലേ, കുറേ ടൈപ്പ് ലോസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മൾ ഈ ക്ലാസിഫിക്കേഷനിൽ വരുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഫോമുലകളുണ്ട്. അതായത് ആർമേച്ചർ കറണ്ട് IA²R, ഇവിടെ ഫീൽഡ് ആകുമ്പോൾ ISH² RSH അല്ലേ, അങ്ങനെ അതിൻ്റെ ചെറിയ ചെറിയ ഫോമുലകളുണ്ടാവും. അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, വേറെ അതിൽ വലിയ പ്രത്യേകിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ലോസുകളെ കുറിച്ച് പറയാനായിട്ട് ഇല്ല. ഇനി നമുക്ക് പറയാനായിട്ടുള്ളത് നമ്മളൊരു DC മെഷീൻ എന്നുള്ള മാക്സിമം പവർ ഔട്ട്പുട്ടിനെ കുറിച്ചാണ്. ഓക്കെ, DC മെഷീൻ എന്നുള്ള മാക്സിമം പവർ ഔട്ട്പുട്ടിനെ കുറിച്ച്. ഹെഡിങ് കൊടുക്കുക, മാക്സിമം പവർ ഔട്ട്പുട്ട് ഫ്രം എ DC മെഷീൻ. ആദ്യം നമ്മൾ ജനറേറ്ററിൻ്റെ കേസ് നോക്കാം. ജനറേറ്ററിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, VT = EA - IAR. നമ്മൾ പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് VT × IA. ശരിയാണല്ലോ? അപ്പോൾ എന്ത് വരും? E × IA - IA²R. കറക്റ്റ്. നിങ്ങൾ ഈ IA പവർ ഔട്ട്പുട്ടുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? EA - 2IAR = 0 എന്ന് വരും. അതിനർത്ഥം IA എന്ന് പറയുന്നത് എന്താണ്? EA/2RA ആണ്. ശരിയല്ലേ? വി ഓൾറെഡി നോ ദാറ്റ് VT = EA - IAR ഉണ്ട്. ആ VTക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ EA - EA/2RA × RA. RA കട്ടായി പോവും. You will be getting VT as EA/2. Very important equation ആണ്. Maximum power terminal voltage will be EA/2. Then output power എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VT × IA ആണ്. ഇവിടെയും IAക്ക് VTക്ക് പകരം നമുക്ക് കിട്ടിയ EA/2 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. IAക്ക് പകരം EA/2RA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. You will be getting EA² / 2RA. So
your power output will be EA square divided by 2R. This is the 2R അല്ല 4R അല്ലേ. This is the power output equation of from your maximum output. ഇത് പവർ ഔട്ട്പുട്ട് ആണ്. എന്താണ് പവർ ഇൻപുട്ട്? നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പവറും റൊട്ടേഷണൽ പവറും, ശരിയല്ലേ? റൊട്ടേഷണൽ പവറിന് അത്ര വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പം ഡെവലപ്ഡ് പവറിന് മാത്രമേ ഇൻഫ്ലുവൻസ് ഉള്ളൂ. ഡെവലപ്ഡ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം EA × IA ആണ്. അപ്പോൾ പി ഇൻ ഇത് പ്രകാരം എന്ത് വരും? EA × IAക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? EA divided by 2R. So you will be getting EA square divided by 2R. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഈസ് EA square divided by 4R divided by EA square divided by 2R. You will be getting 2/4 into 100, that is equal to 50%. You will be getting efficiency as 50%. Clear? ഈ 3 ഇക്വേഷനുകൾ ഓർത്ത് വയ്ക്കുക. ടെർമിനൽ വോൾട്ടേജ് ഈക്വൽ ടു EA/2, ഔട്ട്പുട്ട് പവർ ആണെന്ന് എഫിഷ്യൻസി എത്രയാണ്? 50%. അതായത് നിങ്ങൾക്ക് ഒരു DC ജനറേറ്ററിലെ മാക്സിമം പവർ ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 50% മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ 50% ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ലോസൊക്കെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പർ ലോസ് ഇഗ്നോർ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 50%ലേക്കും വരാം. ഓക്കെ, അപ്പം എപ്പോഴും മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് it will always has efficiency as less than or equal to 50% എന്നുള്ളതാണ് വരിക. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ will be always having an efficiency less than or equal to 50%. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാക്സിമം പവർ ട്രാൻസ്ഫർ എനർജി കൺവെർഷൻ പ്രോസസ്സുകളിലല്ല കൂടുതലായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ ഏത് പ്രോസസ്സിലാണ്? നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലെ ഇമ്പിഡൻസ് മാച്ചിങ്ങുകളിലാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ യൂസ് ചെയ്യുക. നമ്മൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറി യൂസ് ചെയ്യുക നമ്മളീ പറഞ്ഞ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലാണ്, റാദർ ദാൻ യുവർ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. കാരണം എഫിഷ്യൻസി എത്ര വരുന്നുള്ളൂ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇത് ജനറേറ്ററിൻ്റെ കേസിൽ. മോട്ടറിൻ്റെ കേസിലും ഇത് തന്നെയാണ് വരിക, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഡിറൈവ് ചെയ്യുന്ന രീതി മാറും എന്ന് മാത്രം. ഇക്വേഷൻസ് മാറും, അതിൻ്റെ ചെറിയ വ്യത്യാസം. പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പവർ ഡെവലപ്ഡ് തന്നെയാണ്. EA IA, ഇറ്റ് വിൽ ബി VT IA minus IA square R, D/DIA ഓഫ് പവർ ഔട്ട്പുട്ടിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുക. Then you will be getting VT minus 2IAR equal to 0. IA will be equal to VT by 2R. Then EA will be equal to VT minus IA. IA ക്ക് വരാൻ എന്ത് ചെയ്യുക? VT by 2R into R. So you will be getting VT by 2R. ശരിയല്ലേ? അല്ല, VT by 2R അല്ല, VT by 2 അല്ലേ? ആറ് കട്ടായി പോയില്ലേ? സോ അഗെയിൻ യുവർ EA will be equal to VT by 2. ഓക്കെ, മോട്ടറിലാകുമ്പോൾ EA അല്ല, അത് EB ആണ് കേട്ടോ. അതെല്ലാം EBയിലേക്ക് മാറ്റണേ. ഇതൊക്കെ EB അല്ലേ, മോട്ടറല്ലേ? EB അല്ല, VB is equal to ടെർമിനൽ വോൾട്ടേജ് by 2. Then again ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VT minus VT by 2R into അത് കിട്ടിയല്ലോ അല്ലേ? നമുക്ക് കിട്ടി. പിന്നെ ഇനി നമ്മൾ എന്താണ് കാണേണ്ടത്? പവർ ഔട്ട്പുട്ട് അല്ലേ? അപ്പോൾ പവർ ഔട്ട്പുട്ട് ഈക്വൽ ടു EB ഇൻറ്റു IA. EB എന്ന് പറഞ്ഞാൽ VT by 2 ഇൻറ്റു VT by 2R. വിൽ ബി ഗെറ്റിംഗ് VT square by 4R. So power output will be equal to VT square by 4R. ഓക്കെ, നമുക്കറിയാം ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് എത്രയാണ്? VT ഇൻറ്റു IA ആണ്. സോ ഇറ്റ് വിൽ ബി VT സ്ക്വയർ ബൈ 2R. നേരത്തെ പോലെ P ഔട്ട് ബൈ P ന് കാണാം. വിൽ ബി അഗെയിൻ ഗെറ്റിംഗ് യുവർ എഫിഷ്യൻസി ആസ് 50%.
ശരി, നേരത്തെ കിട്ടിയ അതേ ഫോർമുലാസ് തന്നെ ഇ എ ഉള്ള സ്ഥലത്ത് ഇ ബി ആവും, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. എഗെയിൻ നമുക്ക് 50% ആണ് കിട്ടുക. അതുകൊണ്ടാണ് ജനറേറ്റർ ആയാലും മോട്ടർ ആയാലും ഈ മാക്സിമം എഫിഷ്യൻസി സെയിം ആണ്. മാക്സിമം പവർ ട്രാൻസ്ഫർ വിൽ ഓൾവേസ് ഹാവ് ആൻ എഫിഷ്യൻസി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50%. എപ്പോഴും 50% താഴെ മാത്രമേ ആ എഫിഷ്യൻസി വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇംപിഡൻസ് മാച്ചിങ്ങുകളിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ്, ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ്, നമുക്ക് ഇങ്ങനെ പഠിച്ചു പോകാനാണ്. സിമ്പിൾ ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് പവർ ഫ്ലോ ഡയഗ്രാം. അടുത്ത ഹെഡിങ് കൊടുക്കുക, പവർ ഫ്ലോ ഡയഗ്രാം. പവർ ഫ്ലോ ഡയഗ്രത്തിൽ ഒരൊറ്റ ലൈനിൽ കാര്യം തീരും. ഇൻപുട്ട് ആരാണ്? ഷാഫ്റ്റ് അല്ലേ, മെക്കാനിക്കൽ അല്ലേ ഇൻപുട്ട്, ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ അല്ലേ. ആദ്യം നമ്മൾ ജനറേറ്റർ എടുക്കുന്നത് കേട്ടോ. ആദ്യം ജനറേറ്ററാണ് കൺസിഡർ ചെയ്യുന്നത്. ജനറേറ്ററിൻ്റെ ഇൻപുട്ട് മെക്കാനിക്കലാണ്, അപ്പോൾ ഷാഫ്റ്റ് ഇൻപുട്ടാണ്. ദെൻ ഇവിടെ മൈനസ് ഷാഫ്റ്റ് ഇൻപുട്ട് മൈനസ് ആര് വരും? ലോസ് വരും. എന്ത് ലോസ് ഉണ്ടാവും? മെക്കാനിക്കൽ സൈഡിൽ റൊട്ടേഷണൽ ലോസുകൾ ഉണ്ടാവും. ശരിയാണല്ലോ, റൊട്ടേഷണൽ ലോസ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്ലസ് കോർ ലോസ് അല്ലേ. അടുത്തത് അത് കഴിഞ്ഞുള്ള ഡെവലപ്പ് ചെയ്യുന്ന പവർ അതാണ് ഇ ഇൻറ്റു ഐ എ, അത് തന്നെയാണ് ടി ഇൻറ്റു ഒമേഗ. ആ ഡെവലപ്ഡ് പവറിന് കുറച്ച് മുന്നോട്ട് പോകും, അത് കഴിഞ്ഞ് ലോസുകൾ വരും. എന്ത് ലോസാണ് വരിക? കോപ്പർ ലോസ് വരും. കോപ്പർ ലോസിൽ ആരൊക്കെ ഉണ്ടാവും? ഐ എ സ്ക്വയർ ആർ എ ഉണ്ടാവും, ഐ എസ് എച്ച് സ്ക്വയർ ആർ എസ് എച്ച് ഉണ്ടാവും, ഐ എസ് സി സ്ക്വയർ ആർ എസ് സി ഉണ്ടാവും, ബി ബി ഡി ഇൻറ്റു ഐ എ ഉണ്ടാവും. ബി ബി ഡി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ബ്രഷ് ഡ്രോപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ബ്രഷ് ഡ്രോപ്പ്. ദെൻ ഇവിടുന്ന് മുന്നോട്ട് പോയാലാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആരെ കിട്ടുന്നത്? വി ടി ഇൻറ്റു. ഇതാണ് ഒരു ജനറൽ പവർ ഫ്ലോൻ്റെ ഡയഗ്രാം. ക്ലിയർ? ജനറേറ്ററിൽ എന്താണ്? ഷാഫ്റ്റ് പവർ മൈനസ് റൊട്ടേഷണലാണ് നിങ്ങളുടെ ഡെവലപ്ഡ് പവർ. അതായത് ഷാഫ്റ്റ് പവർ ഈക്വൽ ടു ഡെവലപ്ഡ് പവർ പ്ലസ് റൊട്ടേഷൻ പവർ ഇൻ ദ കേസ് ഓഫ് ജനറേറ്റർ. മോട്ടറിലുള്ള പവർ ഫ്ലോയിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഏരോ മാർക്കില്ലേ, മുകളിൽ കാണിച്ചിരിക്കുന്ന ഏരോ മാർക്ക്, ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ഏരോ മാർക്കൊക്കെ തിരിച്ച് വരയ്ക്കുക. എന്താ, ഇതിങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, ഇങ്ങോട്ട് വരയ്ക്കുക, വേറെ ഇങ്ങളൊന്നും മാറ്റണ്ട. ഓക്കെ, ഇത് നേരെ നമുക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും കിട്ടും? നമ്മുടെ മോട്ടറിനെയും കിട്ടും. അതായത് നിങ്ങളുടെ മോട്ടറിൽ ഷാഫ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് പവർ മൈനസ് യുവർ റൊട്ടേഷണൽ പവർ അല്ലേ. ഷാഫ്റ്റ് പവർ നിങ്ങൾക്ക് എൻഡ് റിസൾട്ട് ഷാഫ്റ്റ് അല്ലേ. ഡെവലപ്ഡ് പവറിന് റൊട്ടേഷണൽ പവർ കുറച്ചാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? ഷാഫ്റ്റ് പവർ കിട്ടും. ഓക്കെ, അതായത് എനർജി കൺവേർഷനിൽ മാക്സിമം പവർ ഇൻപുട്ടിലുള്ള മാക്സിമം പവർ നമുക്ക് എങ്ങോട്ട് എത്തണം? ഔട്ട്പുട്ടിലേക്ക് എത്തണം. അത്രയേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ. ക്ലിയർ? അതാണ് നമ്മുടെ പവർ ഫ്ലോനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് ജനറലി ഒരു ഐഡിയ തരാൻ വേണ്ടി പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസെപ്റ്റാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ വരും എങ്ങനെയാണ് പവർ ഫ്ലോ ഉണ്ടാകുന്നത്, എന്താണ് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. ഇൻ കേസ് നിങ്ങളോടൊരു ചോദ്യം പോലെ ചോദിക്കുകയാണ്, പവർ സ്റ്റേജുകൾ മനസ്സിലാക്കണമെന്ന് പറയുവാണെങ്കിൽ അതും ഒന്ന് പറഞ്ഞു തരാം. ഹെഡിങ് കൊടുക്കുക, പവർ സ്റ്റേജസ്. എന്നിട്ട് 2-3 ടേബിളുകൾ വരക്കാം. ഓക്കെ,
അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് ഉള്ളത്. ഇത് ഞാനിപ്പോൾ ജനറേറ്ററിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മോട്ടറിൻ്റെ കാര്യം എടുക്കുമ്പോൾ മോട്ടറിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഇപ്പോൾ ജനറേറ്ററിൻ്റെ കാര്യം മാത്രം പറഞ്ഞത്. ജനറേറ്ററിൽ നമ്മുടെ ഇൻപുട്ട് എന്താണ്? മെക്കാനിക്കൽ പവർ ഇൻപുട്ടാണ്. ശരിയല്ലേ? മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ഇതിലേക്ക് പോയി അതിൻ്റെ ഇടയിൽ ആര് വരും? അയൺ പ്ലസ് ഫ്രിക്ഷൻ ലോസും കൂടി വരും. ക്ലിയർ? അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ഇലക്ട്രിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ. ആർമേച്ചർ ഇലക്ട്രിക് പവർ, അതാണ് EG × IA. പിന്നെ ആര് വരും? കോപ്പർ ലോസ് വരും. ആ ലോസും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് പവർ ഔട്ട്പുട്ട് കിട്ടും. അതാണ് യു വിൽ ബി ഗെറ്റിംഗ് V × I അല്ലെങ്കിൽ VT × IL. ക്ലിയർ? അപ്പോൾ ഇതിൽ ഓരോ സമയത്തുള്ള എഫിഷ്യൻസി വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? ഇറ്റ് ഈസ് ദിസ് വൺ ഡിവൈഡഡ് ബൈ ഇത്. ശരിയല്ലേ? അതായത് നിങ്ങളുടെ ഇലക്ട്രിക് പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ, അതായത് EG × IA ഡിവൈഡഡ് ബൈ യുവർ മെക്കാനിക്കൽ ഇൻപുട്ട്. ക്ലിയർ? രണ്ടാമത്തത് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി. ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള എഫിഷ്യൻസി, അതായത് ഇലക്ട്രിക്കലിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ VT V × IL ഡിവൈഡഡ് ബൈ EG × IL. ദെൻ മൊത്തത്തിലുള്ള എഫിഷ്യൻസി, അതായത് നിങ്ങളുടെ ഓവറോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നവരാണ് കൊമേർഷ്യൽ എഫിഷ്യൻസി. ഓവറോൾ അല്ലെങ്കിൽ കൊമേർഷ്യൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ലോഡിൽ എത്ര കിട്ടി, അതായത് ഔട്ട്പുട്ട്, നിങ്ങൾ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ യുവർ മെക്കാനിക്കൽ ഇൻപുട്ട്. ക്ലിയർ? ഇത് ഡിവൈഡഡ് ബൈ ഇത്. അതാണ് നമ്മുടെ പവർ സ്റ്റേജുകളിൽ വരുന്നത്. അതായത് നിങ്ങളുടെ ഓവറോൾ എഫിഷ്യൻസി അല്ലെങ്കിൽ കൊമേർഷ്യൽ എഫിഷ്യൻസി NC ഈറ്റ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി മെക്കാനിക്കൽ എഫിഷ്യൻസി × ഇലക്ട്രിക്കൽ എഫിഷ്യൻസി. ഓർത്ത് വയ്ക്കാം. ഇത് മെക്കാനിക്കൽ എഫിഷ്യൻസി, ഇത് ഇലക്ട്രിക്കൽ എഫിഷ്യൻസി. ക്ലിയർ? ഇതാണ് നമുക്ക് പവർ സ്റ്റേജസ് ഓഫ് എ ജനറേറ്റർ പറയാനുള്ളത്. മോട്ടറിൻ്റെ ഇങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് പറയുമ്പോൾ ചിലതൊക്കെ ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ഇനി അതല്ല, മോട്ടർ നേരത്തെ പറഞ്ഞത് നേരെ തിരിച്ചേ വരുള്ളൂ. ഈ ലൈന് തിരിച്ചു വെച്ചാൽ ഇത് കിട്ടും. അത് ഞാനിവിടെ മോട്ടർ എടുക്കുമ്പോൾ മോട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ വേറെ 2-3 പറയാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇനി അടുത്തൊരു ഹെഡിങ്, ഞാൻ കുറച്ച് ചെറിയ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇതൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവുകളിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. അടുത്ത ഹെഡിങ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസിൻ്റെ കണ്ടീഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മാക്സിമം എഫിഷ്യൻസി. ഓക്കെ, നമ്മളുടെ ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? V × I. നമ്മളുടെ ജനറേറ്ററിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ലോസസിൻ്റെ സമ്മും അല്ലേ? അതായത് VI + IA²R, അതായത് കോപ്പർ ലോസും കോൺസ്റ്റൻറ്റ് ലോസും. ഞാൻ ഈ കോൺസ്റ്റൻറ്റ് ലോസിനെ WC കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് എ ഷണ്ട് ജനറേറ്റർ, നമുക്ക് എഴുതാം ഈ IA എന്ന് പറഞ്ഞാൽ എഴുതാം IL + ISH. IL + ISH the whole square × RA + WC എന്ന് എഴുതാം. നമ്മുടെ ഈ ISH, ഇഫ് യുവർ ISH ഈസ് നെഗ്ലിജിബിൾ, ഷണ്ട് കാരണം നെഗ്ലിജിബിൾ ആണ് കൺസിഡർ ചെയ്താൽ നമുക്ക് എഴുതാം IA will be equal to IL. So efficiency will be output by input. That will be equal to VI divided by VI plus IA²RA plus WC. That will be equal to VA divided IA²RA plus WC. അത് നമ്മളൊന്ന് മാറ്റി ചെയ്താൽ VI കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം എന്ത് കിട്ടും? 1 plus I × RA divided by V plus WC divided by VI. ക്ലിയർ? ഈ കിട്ടിയ സാധനത്തിലെ ഈ ഡിനോമിനേറ്റർ അല്ലേ, ഡിനോമിനേറ്ററിനെ നമുക്ക് മാക്സിമം എഫിഷ്യൻസിയാണ് കാണേണ്ടത്. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി കാണാൻ വേണ്ടി ആ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക I കൊണ്ട്.
ഓക്കെ. ഡി ഐ ബൈ ഡി ഐ ഓഫ് ഡിനോമിനേറ്റർ ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 ഇക്വേറ്റ് ചെയ്യുക. ദെൻ 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഫോർമുല ലൈക്ക് RA/V മൈനസ് WC/VI². അതായത് വിയും വിയും കട്ടായി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് I² RA മൈനസ് WC ഈക്വൽ ടു 0. അതായത് യു വിൽ ബി ഗെറ്റിംഗ് I² RA ഈക്വൽ ടു WC. ഇതാണ് നിങ്ങളുടെ മാക്സിമം എഫിഷ്യൻസിൻ്റെ കണ്ടീഷൻ. അതായത് I² RA എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് വേരിയബിൾ ലോസ്. WC എന്ന് പറയുന്നത് ആരാണ്? ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ലോസ്. സോ മാക്സിമം എഫിഷ്യൻസിൻ്റെ കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് വേരിയബിൾ ലോസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലോസ് എന്നുള്ളതാണ് മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ. ക്ലിയർ അല്ലേ? ഈ മാക്സിമം എഫിഷ്യൻസി ആവാൻ വേണ്ടിയുള്ള ലോഡ് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് ഇതല്ലേ നിങ്ങളുടെ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് അയൺ ലോസ് ഡിവൈഡഡ് ബൈ നമ്മുടെ ആർമേച്ചർ റെസിസ്റ്റൻസ്. ക്ലിയർ? ഈ കാര്യമാണ് നമുക്ക് DC ജനറേറ്ററുകളിൽ പറയാനായിട്ട് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ DC ജനറേറ്ററിൻ്റെ കേസിൽ പറയാനുള്ള കാര്യം. ഓക്കെ. അപ്പോൾ DC ജനറേറ്ററിൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. ഇനി മോട്ടറിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ മോട്ടറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് നമ്മൾ ആ പവർ സ്റ്റേജ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും പവർ സ്റ്റേജസിൻ്റെ മോട്ടർ ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. മോട്ടറിൻ്റെ പവർ സ്റ്റേജിൽ എന്തൊക്കെ ക്വാണ്ടിറ്റികളാണ് വരിക എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ നോക്കി. എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്നത് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. മോട്ടറിൻ്റെ പവറിൻ്റെ ഇൻപുട്ട് ആരാണ്? മോട്ടറിൻ്റെ പവറിൻ്റെ ഇൻപുട്ട് നമുക്കറിയാം. മോട്ടറിൻ്റെ പവറിൻ്റെ ഇൻപുട്ട് ഈസ് ഇലക്ട്രിക്കൽ ഇൻപുട്ട്, ശരിയല്ലേ? അതിൻ്റെ ഔട്ട്പുട്ട് ഈസ് മെക്കാനിക്കൽ ഔട്ട്പുട്ട്. സോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്? മോട്ടറിന് ഇൻപുട്ടാണ്, അതായത് ഇലക്ട്രിക്കലാണ്. അപ്പോൾ V × I. ഇവിടെ എന്ത് ലോസ് വരും? കോപ്പർ ലോസ് വരും. ഇവിടെ എന്ത് വരും? നമ്മുടെ ആർമേച്ചറിൻ്റെ പവർ വരും, അതായത് EG × IA. ഇവിടെ ആര് വരും? നമ്മുടെ അയൺ ആൻഡ് ഫ്രിക്ഷൻ ലോസസ് വരും. ഇവിടെ എന്താണ്? നിങ്ങളുടെ മോട്ടറിൻ്റെ ഔട്ട്പുട്ട്. ക്ലിയർ? ഇത്തരത്തിലാണ് നമ്മളതിൻ്റെ പവർ സ്റ്റേജുകൾ വരിക. ഓക്കെ. നേരത്തെ പറഞ്ഞ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അടുത്തൊരു ടോപ്പിക്കാണ് എടുക്കേണ്ടത്. അത് DC മോട്ടറിൻ്റെ സ്പീഡിനെ കുറിച്ചാണ്. സ്പീഡ് ഓഫ് എ DC മോട്ടർ. DC മോട്ടറിൻ്റെ സ്പീഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്ത് കുറേ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ അറിയാം. EB = V - IARA. EB എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 5Zn/60 × P/A = V - IARA എന്ന് എഴുതാം. ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? V - IARA / 5 × 60A/ZP എന്ന് എഴുതാം. നമുക്കറിയാം V - IARA ആണ് നമ്മുടെ ബാക്ക് EMF EB. സോ EB/5 × 60A/Z × P അല്ലേ? ഈ 60A/Z × P നമ്മളൊരു കോൺസ്റ്റൻറ്റ് K എന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മെഷീൻ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ സപ്പോസ് K എന്ന് എഴുതാനും കണക്ക് തന്നെയാണ്. അപ്പോൾ K × EB/5 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ റിലേഷൻ N = K × EB/5. ആ കോൺസ്റ്റൻ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാവും N ഈസ് പ്രപ്പോർഷണൽ ടു EB/5. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ, സ്പീഡ് ഓഫ് എ മോട്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ഇക്വേഷൻ. ഓക്കെ. ഇതിനെ ഒരു സീരീസ് മോട്ടറിനെ കൺസിഡർ ചെയ്യും. നിങ്ങൾ ഒരു സീരീസ് മോട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എ സീരീസ് മോട്ടർ, ഒരു സീരീസ് മോട്ടറിൽ നിങ്ങൾ 2 ഫ്ലക്സ് ∅1 ഉണ്ട്, ∅2 ഉണ്ട്, അതുപോലെ സ്പീഡ് N1 N2 ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ആദ്യം N1 പ്രപ്പോർഷണൽ ടു EB1/∅1. അതായത് ഇവിടെ EB1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് V -
IA1 ഇൻറ്റു RA1. അതുപോലെ N2 പ്രപ്പോർഷണൽ ടു EB2 ബൈ φ2. അതായത് EB2 ഈക്വൽ ടു V2 മൈനസ് IA2 ഇൻറ്റു RA2. ഓക്കെ, RA2 വരില്ല, കാരണം ആർമേച്ചർ റെസിസ്റ്റൻസ് രണ്ടിത് സെയിം ആണ്. അതുകൊണ്ട് RA തന്നെ നമുക്ക് കീപ്പ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എന്ന റിലേഷനിൽ നമുക്ക് റിലേഷൻ ഫോം ചെയ്യാം. എന്താണ്? N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ EB1 ഇൻറ്റു φ2 ബൈ φ1. ശരിയല്ലേ? ഇതാണ് നമ്മളൊരു ജനറൽ ഇക്വേഷൻ. ഇപ്പോൾ സീരീസ് മോട്ടറിൻ്റെ കേസിൽ നിന്നല്ല പറഞ്ഞത്, ഇതാ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒരു ജനറൽ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനി സീരീസ് മോട്ടറിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാം. ഫോർ സീരീസ് മോട്ടറിൽ എന്താ സംഭവിക്കുന്നത്? ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു IA. സീരീസ് മോട്ടറിൻ്റെ പ്രത്യേകതയാണ് ഫൈ ഈസ് പ്രപ്പോർഷണൽ ടു IA. ഷണ്ട് മോട്ടറിൻ്റെ പ്രത്യേകത, ഷണ്ട് മോട്ടർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലക്സ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന രണ്ട് ടേമുകൾ. അതായത് സീരീസ് മോട്ടർ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് പ്രപ്പോർഷണൽ ടു കറണ്ട്, ആർമേച്ചർ കറണ്ടും. ഷണ്ട് മോട്ടർ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സീരീസ് മോട്ടറിൽ സ്പീഡിൻ്റെ എഫക്റ്റ് എന്താ വരിക? N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ E1 വരെ പ്രശ്നമൊന്നുമില്ല, ഇൻറ്റു ഇവിടെ φ2 ബൈ φ1 എന്നല്ല ഉള്ളത്. ഈ φ2 φ പ്രപ്പോർഷണൽ ടു IA അല്ലേ. അപ്പോൾ നമുക്കിത് φ2 ബൈ φ1 എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കി എഴുതാം? IA2 ബൈ I1 എന്ന് എഴുതിക്കൂടെ? സോ യുവർ ഇക്വേഷൻ വിൽ ബി N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ E1 EB1 ഇൻറ്റു IA2 ബൈ IA1. ക്ലിയർ? ഓക്കെ, ചെറിയൊരു വ്യത്യാസമുണ്ട് പറഞ്ഞതിൽ. ഈ ഫൈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ, ഞാനിവിടെ എഴുതിയതിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്താണെന്നറിയില്ല, കാരണം ഫൈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. അപ്പോൾ ഇത് φ1 ബൈ φ2 എന്നല്ലേ വരിക? ശരിയല്ലേ? കാരണം പ്രപ്പോർഷണാലിറ്റി ആണെങ്കിലല്ലേ ഈ ഇപ്പം 1 എന്നുള്ള പറയാൻ പറ്റില്ല, 2 പ്രപ്പോർഷണലാണ് കണ്ട. പക്ഷേ ഇത് ഫൈ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ, അതുകൊണ്ട് φ1 ബൈ φ2 എന്ന് എഴുതണ്ടേ. അപ്പോൾ അതേ വ്യത്യാസം ഇവിടെയും വരും. IA1 ഡിവൈഡഡ് ബൈ IA2 എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ EB1 ഇൻറ്റു IA1 ബൈ IA2. അതുപോലെ ജനറൽ ഇക്വേഷനിൽ N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ EB1 ഇൻറ്റു φ1 ബൈ φ2. ദിസ് ഈസ് ഇൻ ദ കേസ് ഓഫ് എ സീരീസ് മോട്ടർ. ഷണ്ട് മോട്ടറിലെ പ്രത്യേകത ഫൈ കോൺസ്റ്റൻ്റ് ആണ്. ഫൈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ φ2ഉം φ1ഉം എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? N2 ബൈ N1 ഈക്വൽ ടു ഈ ഇപ്പോൾ ഫൈ കോൺസ്റ്റൻ്റ് ആവുന്ന സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ആ ഫൈൻ്റെ എഫക്റ്റേ വരുന്നില്ല, ശരിയല്ല? അപ്പോൾ നമ്മൾ നേരത്തെ ഓൾഡ് ഇക്വേഷൻ തന്നെ എന്താണ്? EB2 ബൈ EB1 ഇൻറ്റു φ1 ബൈ φ2. ക്ലിയർ? ഫൈ കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ EB1 എന്ന് മാത്രമായി ചുരുങ്ങും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ ഷണ്ട് മോട്ടർ എന്ന് പറയുകയാണെങ്കിൽ ഉടനടി ഫ്ലക്സ് കോൺസ്റ്റൻ്റ് എന്ന് മനസ്സിലാക്കുക, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഏത്? N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ E1. ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സീരീസ് മോട്ടർ എന്ന് പറയുകയാണെങ്കിൽ ഉടനടി ഇത് അപ്ലൈ ചെയ്യുക. N2 ബൈ N1 ഈക്വൽ ടു EB2 ബൈ EB1 ഇൻറ്റു IA1 ബൈ IA2. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ DC മോട്ടറിൻ്റെ കൺസെപ്റ്റിലെ കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഔട്ട്ലൈൻ പോലെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വെച്ചാൽ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഓരോ മോട്ടറിനും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പെർഫോമൻസ് അല്ല, ആക്ച്വലി ഓപ്പറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മളെ കുറേ ഗ്രാഫുകളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്യാരക്ടറിസ്റ്റിക്കുകൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു എന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർമേച്ചർ റിയാക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വരെയാണ് നമുക്ക് ജനറലി ഉള്ള പഠിക്കേണ്ടത്. പിന്നെയുള്ള കുറച്ച് ഡെപ്ത് നോളജിൽ നിന്ന് ഉണ്ടാക്കാനുള്ള ആർമേച്ചർ റിയാക്ഷൻ, അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ, ആർമേച്ചർ റിയാക്ഷനും കമ്മ്യൂട്ടേഷനും പഠിക്കാനുണ്ട്. സിമിലർലി
ആർമേച്ചർ വൈൻഡിങ്ങും പഠിക്കാനുണ്ട്. ഓക്കെ, ആർമേച്ചർ വൈൻഡിങ് നമ്മൾ സിംഗണസിലൊക്കെ പഠിച്ച പോലെ. അപ്പം ഈ 3 ടോപ്പിക്കുകളാണ് ആക്ച്വലി കുറച്ച് ടഫർ ടോപ്പിക്കുകൾ, അതുപോലെ കൺസെപ്ഷ്യൽ ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ഓക്കെ, അത് ഈ ക്യാരക്ടറിസ്റ്റിക്കും കൂടി എടുത്തു കഴിഞ്ഞ്, ക്യാരക്ടറിസ്റ്റിക്കും മാത്രമല്ല, ഇനി നമുക്ക് സ്പീഡ് കൺട്രോൾ എടുക്കാനുണ്ട്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഒക്കെ എടുക്കാനുണ്ട്. ഓക്കെ, സ്പീഡ് കൺട്രോളും ബ്രേക്കിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കൺസെപ്ച്വൽ ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതോടുകൂടി നമുക്ക് ഈ DC മെഷീൻ്റെ തിയറി പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒപ്പം തന്നെ പാരലി നമുക്ക് ഒബ്ജക്റ്റീവുകളും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ വരുന്ന ക്ലാസ്സുകളിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.